നമസ്കാരം. ക്വാണ്ടം ഭൗതികശാസ്ത്രത്തിലെ അത്ഭുത പ്രതിഭാസങ്ങളെ നിയന്ത്രിക്കാനുള്ള പുതിയ വഴി കണ്ടെത്തി അന്താരാഷ്ട്ര ശാസ്ത്രജ്ഞരുടെ സംഘം ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഭാവിയിൽ ബാറ്ററികൾ ഇല്ലാതെ തന്നെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് ഊർജ്ജം പകരാൻ സഹായിക്കുന്ന വൻ മുന്നേറ്റമാണിത്. ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിലെ പ്രൊഫസർ ഡോങ് ചെൻ ക്വി, സിംഗപ്പൂരിലെ നന്യാങ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ സിയാവോ റെൻഷ വാങ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഗവേഷകരാണ് നോൺ ലീനിയർ ഹോൾ ഇഫക്റ്റ് എന്ന ക്വാണ്ടം പ്രതിഭാസത്തിന് പിന്നിലെ ഭൗതികശാസ്ത്രത്തെക്കുറിച്ച് നിർണായക പഠനം നടത്തിയത്. വരും തലമുറയുടെ ഊർജ്ജ സംഭരണ സാങ്കേതിക വിദ്യകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്താൻ ശേഷിയുള്ളതാണ് ഈ കണ്ടെത്തൽ. പരമ്പരാഗത ഹോൾ എഫക്റ്റിൽ നിന്ന് വ്യത്യസ്തമായി നോൺ ലീനിയർ ഹോൾ എഫക്റ്റിന് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സിഗ്നലുകളെ നേരിട്ട് ഡയറക്റ്റ് കറണ്ടാക്കി മാറ്റാൻ സാധിക്കും. അതായത് വായുവിലുള്ള വയർലെസ് തരംഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ചുറ്റുമുള്ള മറ്റ് ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നോ ഉള്ള AC സിഗ്നലുകളെ സാധാരണ ഡയോഡുകളോ മറ്റു വലിപ്പമേറിയ ഇലക്ട്രോണിക് ഘടകങ്ങളോ ഇല്ലാതെ തന്നെ നേരിട്ട് ഉപയോഗപ്രദമാകുന്ന വൈദ്യുതിയാക്കി മാറ്റാൻ ഇതിലൂടെ കഴിയും. കാന്തിക മണ്ഡലത്തിൻ്റെ സാന്നിധ്യമില്ലാതെ പോലും AC കറണ്ടിന് ലംബമായി വോൾട്ടേജ് ഉൽപ്പാദിപ്പിക്കുവാൻ ഈ ക്വാണ്ടം പ്രതിഭാസത്തിന് സാധിക്കുമെന്ന് പ്രൊഫസർ ക്വി വ്യക്തമാക്കുന്നു. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ DC കറണ്ട് ഇതിലൂടെ നേരിട്ട് ലഭിക്കുന്നതിനാൽ ചുറ്റുപാടിൽ നിന്ന് ഊർജ്ജം സ്വയം വലിച്ചെടുത്ത് പ്രവർത്തിക്കുന്ന സെൻസറുകളും ചിപ്പുകളും നിർമ്മിക്കാൻ സാധിക്കും. ഈ ക്വാണ്ടം പ്രതിഭാസം ലബോറട്ടറികൾക്ക് പുറത്ത് പ്രായോഗികമായി ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നറിയാൻ ഗവേഷകർ പ്രത്യേകതരം ടോപ്പോളജിക്കൽ മെറ്റീരിയലുകളാണ് പരീക്ഷണം നടത്തിയത്. ഈ പരീക്ഷണങ്ങളിലൂടെ സാധാരണ അന്തരീക്ഷ താപനിലയിൽ പോലും നോൺ ലീനിയർ ഹോൾ ഇഫക്റ്റ് സ്ഥിരതയോടെ നിലനിൽക്കുമെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ഇത് പ്രായോഗിക ഉപയോഗങ്ങളിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണ്. കൂടാതെ താപനില വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഈ മെറ്റീരിയൽ ഉൽപ്പാദിപ്പിക്കുന്ന വോൾട്ടേജിൻ്റെ അളവിലും അതിൻ്റെ ദിശയിലും മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുമെന്ന് ഗവേഷകർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വളരെ താഴ്ന്ന താപനിലയിൽ ഈ മെറ്റീരിയലിനുള്ളിലെ ചെറിയ അപൂർണതകളും ഘടനാപരമായ പിഴവുകളുമാണ് ക്വാണ്ടം പ്രതിഭാസത്തെ സ്വാധീനിക്കുന്നത്. എന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ മെറ്റീരിയലിൻ്റെ ക്രിസ്റ്റൽ ഘടനയിൽ ഉണ്ടാകുന്ന അസ്വാഭാവിക അറ്റോമിക കമ്പനികൾ കൂടുതൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ മാറ്റം കാരണം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുത സിഗ്നലുകളുടെ ദിശ പൂർണ്ണമായും വിപരീതമാകുന്നു. ഈ ക്വാണ്ടം പ്രതിഭാസത്തെ കൃത്യമായി നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു പുതിയ സാങ്കേതിക വഴി കൂടിയാണ് ഇതിലൂടെ ശാസ്ത്രജ്ഞർക്ക് മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുന്നത്. മെറ്റീരിയലിനുള്ളിൽ കൃത്യമായി എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ അതിനനുസരിച്ച് പുതിയ ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യാൻ സാധിക്കുമെന്ന് പ്രൊഫസർ ക്വി പറയുന്നു. ക്വാണ്ടം എഫക്റ്റുകൾ കേവലം സിദ്ധാന്തങ്ങൾ ഒതുങ്ങാതെ പ്രായോഗിക ജീവിതത്തിൽ ഉപയോഗപ്രദമാകുന്നത് ഈ ഘട്ടത്തിലാണ്. സ്വയം ഊർജ്ജം കണ്ടെത്തുന്ന സെൻസറുകൾ, ശരീരത്തിൽ ധരിക്കാവുന്ന വെയറബിൾ സാങ്കേതിക വിദ്യകൾ, വരും തലമുറ വയർലെസ് നെറ്റ്വർക്കുകളിലുള്ള അതിവേഗ ഇലക്ട്രോണിക് ഘടകങ്ങൾ എന്നിവയെല്ലാം ഈ സാങ്കേതിക വിദ്യ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ക്വാണ്ടം മെറ്റീരിയലുകളുടെ സ്വഭാവത്തെക്കുറിച്ച് പുതിയ ഉൾക്കാഴ്ച നൽകുന്ന ഈ കണ്ടെത്തൽ ചുറ്റുപാടുകളിൽ നിന്ന് ഊർജ്ജം സംഭരിക്കുന്ന കൂടുതൽ ചെറുതും വേഗതയേറിയതുമായ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിലേക്ക് ശാസ്ത്രലോകത്തെ നയിക്കും. ഈ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ നേട്ടം ബാറ്ററികളിൽ നിന്നുള്ള മോചനമാണ്. സ്മാർട്ട് വാച്ചുകൾ, ഫിറ്റ്നസ് ബാൻഡുകൾ, ഹെഡ്ഫോണുകൾ തുടങ്ങിയ വെയറബിൾ ഉപകരണങ്ങൾക്ക് അവ പ്രവർത്തിക്കാനുള്ള ഊർജ്ജം അന്തരീക്ഷത്തിലെ വൈഫൈ, ബ്ലൂടൂത്ത്, മൊബൈൽ നെറ്റ്വർക്ക് തരംഗങ്ങളിൽ നിന്നും റേഡിയോ സിഗ്നലുകളിൽ നിന്നും സ്വയം വലിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവ ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്യേണ്ടി വരില്ല. ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്ന പേസ് മേക്കറുകൾ, ശരീരത്തിനുള്ളിൽ ഘടിപ്പിക്കുന്ന മറ്റ് മെഡിക്കൽ സെൻസറുകൾ എന്നിവയ്ക്ക് ഈ സാങ്കേതികവിദ്യ വലിയ അനുഗ്രഹമാകും. നിലവിൽ ഇത്തരം ഉപകരണങ്ങളുടെ ബാറ്ററി തീരുമ്പോൾ അത് മാറ്റിവെക്കാൻ രോഗികൾക്ക് വീണ്ടും ശസ്ത്രക്രിയ നടത്തേണ്ടി വരാറുണ്ട്. എന്നാൽ പുതിയ ക്വാണ്ടം സാങ്കേതിക വിദ്യയിലൂടെ മനുഷ്യ ശരീരത്തിൻ്റെ ചലനങ്ങളിൽ നിന്നോ താപനിലയിൽ നിന്നോ ഉള്ള ഊർജ്ജം ഉപയോഗിച്ച് ഇവയ്ക്ക് ആജീവനാന്തം പ്രവർത്തിക്കാനാകും. വെബ് ഡെസ്ക് തത്വമൈ TV.